എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യത്തിനുള്ള ആൻസറൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ടിപ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സും താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ടിപ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു റൗണ്ടൊക്കെ ഒന്ന് ചുറ്റി കഴിഞ്ഞ് ആ ഒരു സേവനാഴി ഒന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആ ഒരു മാവ് കുറേ ഭാഗം ഇങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രസ് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള മാവ് ഇങ്ങോട്ട് മുകളിലേക്ക് കയറിയ കാരണം. അപ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴെപ്പോഴും മാവ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് ആദ്യം പറയുന്നത്. ഇതുപോലെ വല്ലാതെ കനലില്ലാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടി എന്തെങ്കിലും എടുക്കുക. നമ്മുടെ ജാമിൻ്റെയൊക്കെ ചെറിയ കണ്ടെയ്നറുകളുടെയൊക്കെ മൂടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഐസ്ക്രീമിൻ്റെയൊക്കെ ബോക്സ് വരുന്നതിൻ്റെ മൂടിയോ എന്തായാലും മതി. എന്നിട്ട് ആ ഒരു സേവനാഴീൻ്റെ ആ ഒരു അളവൊന്ന് എടുക്കുക. നമ്മളൊരു പെന്ന് വെച്ചിട്ടൊന്ന് റൗണ്ട് വരച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവായിരിക്കാൻ നോക്കണം. അപ്പോൾ ആദ്യം ഒന്ന് റഫായിട്ട് ആ ചുറ്റുപാടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ കറക്റ്റ് അങ്ങോട്ട് വെട്ടിയെടുത്താൽ മതി. ഫസ്റ്റ് തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ ആ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമ്മുടെ സേവനാഴി എടുത്തിട്ട് അതിൽ അച്ചിട്ടിട്ട് നമുക്ക് മാവ് ഫില്ല് ചെയ്യാം. മാവ് ഫില്ല് ചെയ്ത ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പും അതിൻ്റെ മുകളിൽ വയ്ക്കണം. അപ്പോൾ അളവ് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്തിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് ആക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇത് അടയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നൂലപ്പം ഉണ്ടാക്കിയിട്ട് അത് കയറി വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ചെറിയ ഗ്യാപ്പ് പോലും ഉണ്ടാവരുത്, കറക്റ്റ് സൈസിലായിരിക്കണം. ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാവ് കയറി വരും. അതുകൊണ്ട് കറക്റ്റ് സൈസിലാണെങ്കിൽ പിന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് നോക്കാം. ഇപ്പോൾ ഇതിലത്തെ മാവ് കഴിഞ്ഞു. അപ്പോൾ ഞാനിത് തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഒട്ടും തന്നെ മാവ് കയറി വന്നിട്ടില്ല. ഇതുപോലെയാണ് ഉള്ളത്. നമ്മുടെ ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള പീസ് അടിയിലിരിക്കുന്നുണ്ട്, കണ്ടില്ലേ. അതെടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പമൊക്കെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെറുതെ ഗ്യാസ് വേസ്റ്റ് ആവും. അതിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് ആ ഒരു നമുക്കൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാമല്ലോ ഏകദേശം എത്ര വെള്ളം വേണമെന്ന്. ആ ഒരു വെള്ളം കണക്ക് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് മാത്രം നല്ല ഫ്ലെയിമിൽ ഇട്ടാൽ മതി. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഗ്യാസും നമുക്ക് ലാഭിക്കാൻ പറ്റും. ഫ്ലെയിം കൂട്ടിയിടുമ്പോൾ അതിനനുസരിച്ച് ഗ്യാസും ചിലവാകും. ഇടിയപ്പത്തിൻ്റെ കോമ്പിനേഷനായിട്ട് ഉരുളൻകിഴങ്ങ് സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ചെയ്യാറുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, ഒന്നറിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ഉരുളൻകിഴങ്ങ് പീസാക്കിയത്, അതുപോലെ ഒരു ചെറിയ സവോള, പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ കറി വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അപ്പോൾ അത് ആ ഒരു തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഒരു കൊഴുപ്പിന് വേണ്ടി ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഇടിയപ്പം ഉണ്ടാക്കിയ മാവില്ലേ, അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിലൊന്ന് അലിയിച്ചിട്ട് ഈ ഒരു തേങ്ങാപ്പാലിൽ ചേർക്കുകയാണെങ്കിൽ തേങ്ങാപ്പാലിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും, കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ തേങ്ങാപ്പാൽ കുറവായാലും കുഴപ്പമില്ല. ഇതുപോലെ മാവ് കലക്കിയത് ചേർത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ടിപ്പ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാപ്പാൽ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതിനു മുമ്പ് 1-2 പീസൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം, ആ ഒരു ഉരുളൻകിഴങ്ങിൻ്റെ പീസ്. അപ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും, അതുപോലെ ടേസ്റ്റും കൂടും. ഇനി നമുക്ക് ആ ഒരു തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കറി തയ്യാറാക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ പലർക്കും ഉള്ളൊരു പരാതിയാണ് പിരിഞ്ഞു പോകണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ തിളയ്ക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് പിരിഞ്ഞു പോവില്ല. ഇനി അഥവാ പിരിഞ്ഞു പോയാൽ തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് നല്ല സ്പീഡിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് സമയം. അപ്പോൾ ആ ഒരു പിരിഞ്ഞത് മാറിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു കറിയുടെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും കേട്ടോ. ലാസ്റ്റ് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്ന സ്റ്റൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അതുപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സ് ഇഷ്ടമായോ എന്നും പറയാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്സ് നോക്കാം. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത 2-3 ടിപ്പുകൾ ഞാൻ പറയുന്നത് സൂചിയും നൂലും കോർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈസി ആയിട്ടുള്ള 3 മെത്തേഡ്സ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൂലെടുത്തിട്ട് ഉള്ളം കൈയിൽ ഇങ്ങനെ പിടിക്കുക.
എന്നിട്ട് നമ്മൾക്ക് ഏത് സൂചിയാണോ കോർക്കേണ്ടത് ആ ഒരു സൂചി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹോള് വരുന്ന ഭാഗം നമ്മുടെ ആ ഒരു നൂലിൻ്റെ മുകളിലായിട്ട് വെക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കൈയിനോട് പ്രസ് ചെയ്തിട്ട് നൂലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നൂലിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെ ഉരയ്ക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു നൂല് ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തനിയെ ഇങ്ങോട്ട് കോർത്ത് വരും. അപ്പോൾ കുറച്ച് ഇങ്ങനെ പൊന്തി വരുമ്പോൾ നമ്മൾ കൈവച്ച് ഇങ്ങോട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചൊരു പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും പിന്നെ ഇങ്ങനെ കോർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ നൂലിങ്ങനെ പൊന്തി നിൽക്കുന്നത്? അപ്പോൾ നമ്മളിങ്ങോട്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ വരില്ല, അത് നിങ്ങൾക്ക് അറിയാണ്ടാണ്. അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ചെയ്യുമ്പോൾ അത് ശരിയായിട്ട് തന്നെ കിട്ടിക്കോളും. കണ്ടില്ലേ? അപ്പോൾ അത് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു വഴി എന്താണെന്ന് വെച്ചാൽ കുറച്ച് നെയിൽ പോളിഷ് എടുത്തിട്ട് ആ ഒരു നൂലിൻ്റെ തുമ്പത്ത് പുരട്ടുക. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങുമ്പോൾ നല്ല സ്ട്രോങ് ആവില്ലേ ആ ഭാഗം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു വടി പോലെ നിൽക്കുമ്പോൾ ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ചകിരിയുടെയോ അല്ലെങ്കിൽ ചിരട്ടേമൽ നിന്നൊക്കെ ഇതുപോലത്തെ ഒരു ഞാരും കൂടെ എടുക്കുക. അതിനുശേഷം ആ ഒരു ഞാരിങ്ങനെ മടക്കിയിട്ട് ആ ഒരു മടക്ക് വരുന്ന ഭാഗം സൂചിയുടെ ഉള്ളിൽ കൂടെ കോർക്കുക. ആ ഭാഗം നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നൂല് പോലെയല്ല പെട്ടെന്ന് തന്നെ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു റിങ് പോലെ കാണില്ലേ, ഒരു റൗണ്ട് പോലെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എളുപ്പമായിട്ട് നൂല് കോർത്തെടുക്കാം. അതിനുശേഷം ഈ ചകിരി ഞാര് വീണ്ടും ബാക്കിലേക്ക് അങ്ങോട്ട് വലിച്ചാൽ അതിൻ്റെ ഒപ്പം നൂലും കൂടെ ഇങ്ങോട്ട് കോർത്തിട്ട് വരും. ഇതിപ്പോൾ പറഞ്ഞ് നൂല് കോർക്കലിനൊരു സംഭവമാക്കി മാറ്റിയെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഈസിയാണ് കേട്ടോ. ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അടുത്തൊരു ടിപ്പ്, ഗ്യാസ് സിലിണ്ടറൊക്കെ നമ്മുടെ കിച്ചണിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കുറേ നാളിരിക്കുന്ന സമയത്ത് ഒരു റിങ് പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ആ ഒരു തുരുമ്പ് കൊണ്ടൊരു കറ പോലെ ഇങ്ങനെ ആവാറുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഏതെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്തെങ്കിലും പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ അത് ആ ഒരു സിലിണ്ടറിൻ്റെ അടിയിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സിലിണ്ടർ വയ്ക്കുകയാണെങ്കിൽ എത്ര നാൾ അനങ്ങാതിരുന്നാലും ആ ഒരു കറ നമ്മുടെ ആ ഒരു ടൈൽസിൽ വരില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തൊരു ടിപ്പ്, നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ബട്ടർ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇതൊരു കണ്ടെയ്നറിലായിരുന്നു ആ ഷേപ്പാണ് കേട്ടോ ഇതിന്. ആ ഒരു ബട്ടർ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രേറ്റർ പിന്നെ ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ആ ഒരു ബട്ടറിൻ്റെ ഒക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ളൊരു ടിപ്പ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രേറ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഒന്ന് കാണിക്കുക, അപ്പം തന്നെ എടുക്കുക. അപ്പോഴേക്കും അത് ഫുള്ള് മെൽറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ജസ്റ്റ് ഒന്നാക്കി കഴിയുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് നമ്മുടെ ഗ്രേറ്ററിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ ഭാഗം ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്പ്, ഗ്രേറ്ററിൻ്റെ ആ ഒരു ബ്ലേഡിന് മൂർച്ച കൂട്ടണമെങ്കിൽ ഇതുപോലത്തെ ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഉരച്ചു കൊടുക്കുക കപ്പിൻ്റെ അടിഭാഗം വെച്ചിട്ട്. അപ്പോൾ പഴയ കപ്പ് എടുക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തൊരു ഇങ്ങനെ കോറിയ പോലെ വരില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് പഴയത് എടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ആ കപ്പ് തന്നെ എടുക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ബ്ലേഡിന് നല്ല മൂർച്ച വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്സിൽ നിങ്ങൾക്ക് ഒരെണ്ണമെങ്കിലും അറിയാത്തതുണ്ടായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആണല്ലോ. അപ്പോൾ എന്തായാലും ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ എനേബിൾ ആക്കുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇനി അപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്